ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധയായ മേരി ജോർജ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി മേരി ജോർജ്, നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നതാണ്, നിരവധി തവണ സംസാരിച്ചതാണ് ഈ സ്വർണ്ണവില ഉയർന്നു നിൽക്കുന്നത്. അത് അവിടെ കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ വലിയ രീതിയിൽ സ്വർണ്ണവില ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് വരുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമായിരുന്നു. അവരൊക്കെ നോക്കിയിരുന്നത് 1,00,000-ന് താഴേക്ക് ഈ സ്വർണ്ണവില എത്തുന്നുണ്ടോ എന്നാണ്. സാധാരണക്കാർക്ക് ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ ഈ ഒരു ഘട്ടത്തിൽ? അതായത് ഇപ്പോ 1,15,920 രൂപയിൽ എത്തി നിൽക്കുകയാണല്ലോ ഒരു പവന്റെ വില. അപ്പോ ഇപ്പോ തീർച്ചയായിട്ടും സാധാരണക്കാർക്ക് ആശ്വാസത്തിനുള്ള വകയായിട്ടില്ല. എന്തുകൊണ്ടെന്നാല് ഈ സ്വർണത്തിന്റെ വില കുറച്ചുകൂടി താഴെ 1,00,000-ൽ താഴെ എന്ന് പറഞ്ഞാല് ഒരു 80,000-70,000 രൂപയിലേക്കൊക്കെ എത്തിയാലേ സാധാരണക്കാർക്ക് സമാധാനം അല്ലെങ്കിൽ ആശ്വാസമാകും. ആ രീതിയിലേക്ക് എത്തിയേക്കാം. കാരണം ഇപ്പോ എന്തുകൊണ്ടാണ് സ്വർണത്തിന്റെ വില 1,00,000-ന്റെ മുകളിൽ പോയി, 1,30,000-ന്റെ മുകളിൽ പോയി, അത് കഴിഞ്ഞ് പതുക്കെ കുറഞ്ഞ് ഈ 1,15,920 നിൽക്കുന്നു ഇപ്പോ? എന്തുകൊണ്ടാണ് ആ ഇറാൻ യുദ്ധം, അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിക്കുന്ന ആ യുദ്ധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ശക്തി കുറഞ്ഞു എന്ന് വേണം പറയാൻ, അത്രയേ ഉള്ളൂ. അതായത് ഇപ്പോഴും നമുക്കറിയാം ഇറാന്റെ 10 പ്രധാനപ്പെട്ട മേധാവി, ഏറ്റവും പരമോന്നത നേതാവ് വധിക്കപ്പെട്ടതുപോലെ തന്നെ വേറെ 9 പരമോന്നത നേതാക്കന്മാർ കൂടി വധിക്കപ്പെട്ടു. ലാരി ജാനി എന്ന് പറയുന്ന അവരുടെ സുരക്ഷാ മേധാവിയും ഈ കഴിഞ്ഞ ദിവസം വധിക്കപ്പെട്ടിരിക്കുകയാണ്. വ്യോമാക്രമണത്തിലാണ് ആ മരണവും നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ മരണം നടക്കുന്നു എങ്കിലും യുദ്ധം നിർത്തൂ എന്ന് യൂറോപ്യൻ യൂണിയനും മറ്റ് രാജ്യങ്ങളും ഒക്കെ ഇറാനോടും ആവശ്യപ്പെടുന്നുണ്ട്, അമേരിക്കയോടും ആവശ്യപ്പെടുന്നുണ്ട്, ഇസ്രായേലിനോടും. പക്ഷേ ഇറാൻ ഇപ്പോൾ ഒരു കാരണവശാലും യുദ്ധം നിർത്തുകയില്ല, ഇതിന് പകരം വീട്ടിയിട്ടേ യുദ്ധം നിർത്തൂ എന്ന കർശന നിലപാടാണ് ഇപ്പോൾ ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹോർമുസ് കടലിടുക്ക് അടച്ചിട്ടിരിക്കുന്നത് പോലെ തന്നെ യുദ്ധവും തുടർന്നു പോകാനാണ് സാധ്യത. പക്ഷേ നമുക്ക് ആശ്വാസത്തിന് വക നൽകുന്നത് എന്താണെന്ന് വെച്ചാല് ഈ യുദ്ധത്തിൽ അമേരിക്കയുടെ ഭാഗം ചേരേണ്ടതില്ലെന്ന് യൂറോപ്യൻ യൂണിയൻ തീരുമാനിച്ചിരിക്കുന്നു. ജർമ്മനിയൊക്കെ സ്വമേധയാ തന്നെ അങ്ങനെ തീരുമാനിച്ചിരിക്കുന്നു. അത് മാത്രവുമല്ല, ഇവരൊക്കെ പറയണത് ഡിപ്ലോമാറ്റിക് ചാനലിൽ ഇറാനുമായിട്ടും ചർച്ച നടത്തി യുദ്ധം നിർത്തണം എന്നാണ് യൂറോപ്യൻ യൂണിയൻ ആഗ്രഹിക്കുന്നതും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളും. അപ്പോ അത് തന്നെയുമല്ല, അമേരിക്കയിൽ തന്നെ ഇതിനെതിരായ ശക്തമായ വികാരം ശക്തിപ്പെട്ട് വരികയാണ്. ഉദാഹരണത്തിന് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ്, അതായത് ഇറാൻ യുദ്ധത്തിൽ പ്രതിഷേധിച്ച ഭീകരവിരുദ്ധ കേന്ദ്രം ഡയറക്ടറാണ് രാജിവെച്ചിരിക്കുന്നത്. ട്രംപിന്റെ പാളയത്തിൽ തന്നെയാണ് അവിടെയാണ് ഈ ഇറാനെ ഒരു കാരണവുമില്ലാതെ ഇസ്രായേലിന്റെ താല്പര്യം കൊണ്ടാണ് അമേരിക്ക ആക്രമിക്കുന്നത് എന്ന് പറഞ്ഞാണ് അമേരിക്കയിലെ ഭീകരവിരുദ്ധ കേന്ദ്രം ഡയറക്ടർ രാജിവെച്ചിരിക്കുന്നത്. അപ്പൊ അമേരിക്കയിൽ തന്നെ ട്രംപിനെതിരെ, അതായത് ട്രംപിന്റെ അവിടുത്തെ റാങ്ക് തന്നെ ഇടിയുന്നു. തന്നെയുമല്ല, അമേരിക്കയും വലിയ പരിധി വരെ വിലക്കയറ്റം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടുത്തെ ജനതയും ഒരുപക്ഷെ യാഥാസ്ഥിതിക പാർട്ടി ട്രംപിന്റെ കൂടെ ഇപ്പോഴും ഉണ്ടാകാം, പക്ഷെ അതിൽ തന്നെ ഒരുപാട് പേര് ട്രംപിന്റെ വിമർശകരായി മാറിയിട്ടുണ്ട്. അപ്പൊ ഈ സാഹചര്യത്തിൽ ട്രംപിന് പിരിഞ്ഞു പോകാനും വയ്യ. പിരിഞ്ഞു പോകാമെന്ന് വെച്ചാൽ തന്നെ ഇറാൻ പറയുന്നു, ഞങ്ങൾ ഈ യുദ്ധം നിർത്തുകയില്ല, അമേരിക്കയെയും ഇസ്രായേലിനെയും പാഠം പഠിപ്പിച്ചിട്ട് ഞങ്ങൾ ഈ യുദ്ധം നിർത്തൂ എന്നാണ് ഇറാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് വിട്ടുപോകാൻ നിവൃത്തിയില്ലാത്ത ഒരവസ്ഥയിൽ വന്നിരിക്കുകയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം പിടിച്ചു നിർത്താൻ വേണ്ടി സ്വന്തം ശേഖരത്തിലുള്ള അമേരിക്കൻ ഡോളർ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാങ്കുകൾ വഴിയായിട്ട് പുറത്തിറക്കിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ ഡോളർ റിസർവ് ബാങ്കിന്റെ ശേഖരത്തിൽ ഉള്ളത്. അതുകൊണ്ടാണ് ഇന്ത്യൻ രൂപ 91.71 എന്ന നിരക്കിൽ ഒരു ഡോളർ ഈസ് ഈക്വൽ ടു 91.71 രൂപ. ആ തരത്തിൽ 92-നും മുകളിലേക്ക് പോയതാണ്. അത് 91.71 രൂപ ഈസ് ഈക്വൽ ടു ഒരു ഡോളർ എന്ന തരത്തിൽ പിടിച്ചു നിർത്തിയിരിക്കുന്നത് തന്നെ സർക്കാരിന്റെ, അതായത് റിസർവ് ബാങ്കിന്റെ ഇടപെടൽ മൂലമാണ്.
അങ്ങനെ ഇരിക്കെ ഇന്ത്യയിലെ വിലക്കയറ്റം ഒന്ന് ആലോചിച്ചു നോക്കൂ. യുദ്ധം മുഖാന്തരം നമുക്കറിയാം നമ്മുടെ ഗ്യാസിന്റെ ലഭ്യത കുറഞ്ഞു, ഹോട്ടലുകളൊക്കെ അടച്ചുപൂട്ടി പോകുന്നു. ആകെ ഇന്ത്യ മുഴുവനും ഓർമ്മിക്കണം, ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാഷ്ട്രമാണ് ഇന്ത്യ. 146 കോടി 39 ലക്ഷം. അത്രയും ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് കുക്കിംഗ് ഗ്യാസ് കിട്ടാനില്ല എന്ന് പറഞ്ഞാൽ ഹോട്ടലുകളുടെയൊക്കെ അവസ്ഥ എന്താണ്? പാചകവാതകം കിട്ടാത്തത് കൊണ്ട് കുടുംബങ്ങൾ തന്നെ ബുദ്ധിമുട്ടുകയാണ്. അതുപോലെ തന്നെ യുദ്ധ അന്തരീക്ഷം നിലനിൽക്കുന്നത് കൊണ്ട് നമുക്കറിയാം ഇങ്ങോട്ടുള്ള ഇറക്കുമതിയും അതുപോലെ തന്നെ കയറ്റുമതിയും. ഇങ്ങോട്ടുള്ള ഇറക്കുമതി എന്തൊക്കെയാണ് വേണ്ടത്? നമുക്ക് ഭക്ഷ്യ സാധനങ്ങളെക്കാൾ ഉപരിയായിട്ട്, ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളെക്കാൾ കൂടുതലായിട്ട് റോ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യേണ്ടതാണ്. ഉദാഹരണത്തിന് തുകൽ ഉൽപ്പന്നങ്ങൾ, അതായത് ചെരുപ്പ് വ്യവസായം, അതിനു വേണ്ട ഒരുപാട് ഉൽപ്പന്നങ്ങൾ, റോ മെറ്റീരിയൽസ് നമുക്ക് ഇറക്കുമതി ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ തിരുപ്പൂരിലുള്ള വസ്ത്രനിർമ്മാണം ആലോചിച്ച് നോക്കുക. അവരിപ്പോ 5% വില വർദ്ധിപ്പിക്കാനിരിക്കുകയാണ്. കാരണം കയറ്റുമതി ഇല്ല, ഇറക്കുമതി ചെയ്യുന്ന അവരുടെ മറ്റ് റോ മെറ്റീരിയൽസിന്റെ ഒക്കെ വില വളരെ കൂടുതലായി, ലഭ്യതയും കുറഞ്ഞു. അപ്പൊ അങ്ങനെ ഇന്ത്യയുടെ ഭക്ഷ്യ വ്യവസായം മാത്രമല്ല, തുകൽ വ്യവസായം തൊട്ട് വസ്ത്രനിർമ്മാണം തൊട്ട് സമസ്ത മേഖലകളിലും വലിയ പ്രശ്നം ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുകയാണ് വിലക്കയറ്റം. ഇനിയിപ്പോ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കൂടി ഉയരാനേ വേണ്ടൂ. അതും ഉയർന്നേക്കാം. യുദ്ധം വീണ്ടും തുടരുകയാണ് എങ്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയിലും വർധനവുണ്ടായേക്കാം. അതിനുവേണ്ടി അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാല് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ സ്വർണത്തിന്റെ വില അറച്ചറച്ച് നിൽക്കുകയാണ്. താഴോട്ട് പോണോ മുകളിലോട്ട് പോണോ എന്ന് ആലോചിച്ച് അറച്ചറച്ച് നിൽക്കുകയാണ്. സോ അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ കഴിവതും ഇപ്പോൾ സ്വർണം വാങ്ങാതിരിക്കുക. സ്വർണം കുറച്ചുകൂടി വെയിറ്റ് ചെയ്യും. യുദ്ധം ഒന്ന് അടങ്ങട്ടെ. യുദ്ധം അടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്വർണത്തിന്റെ വില 1 ലക്ഷത്തിന് താഴേക്ക് വരും, ഉറപ്പാണത്. അപ്പൊ ഇതുവരെയുള്ള ജീവിതകാലം കൊണ്ട് ഞാൻ നിരീക്ഷിച്ചിട്ടുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. 1 ലക്ഷത്തിന്റെ താഴേക്ക് വരും. വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക സ്വർണമായി. എന്തുകൊണ്ട് സ്വർണത്തോട് ഇത്ര ക്രേസ് കാണിക്കണം? അതല്ല, നിങ്ങൾ സ്വർണം ETF ഒക്കെ വഴിയായിട്ട് പണം ഉണ്ടാക്കാനാണ് എങ്കിൽ വാങ്ങിക്കുക, ഇത്തിരി കൂടുമ്പോൾ വിൽക്കുക, വീണ്ടും കുറയുമ്പോൾ വീണ്ടും വാങ്ങിക്കുക. അങ്ങനെയുള്ള, അതായത് ഓഹരി കമ്പോളം എങ്ങനെയോ അതുപോലെ സ്വർണ്ണ കമ്പോളത്തെ ആക്കിക്കൊണ്ട് നിങ്ങൾക്ക് ലാഭം കൊയ്യാം. പക്ഷെ അപ്പോഴും ചിലപ്പോ അറിയാതെ ചെകിട്ട തടി കിട്ടുന്നത് പോലെ വില താഴേക്ക് പോകും, നഷ്ടം വന്നേക്കാം. അപ്പൊ എന്തായാലും സ്വർണം വാങ്ങല് ഇപ്പോ അത്ര സുരക്ഷിതമല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുക. ലോകത്തെ വെസ്റ്റ് ഏഷ്യയുടെ ആകാശം ഒന്ന് തെളിയട്ടെ. യുദ്ധത്തിന്റെ കാർമേഘങ്ങളൊക്കെ ഒന്ന് അടങ്ങട്ടെ. അടങ്ങിക്കഴിയുമ്പോഴേക്കും, അതായത് ഇപ്പോൾ ട്രംപിന് തന്നെ സ്വന്തം രാജ്യത്ത് നിന്ന് ഇതുപോലെയുള്ള ചലഞ്ചസ്, യുദ്ധം നിർത്തൂ, അനാവശ്യമാണ്, ഇസ്രായേലിന് വേണ്ടിയാണ് അമേരിക്ക യുദ്ധം ചെയ്യുന്നത്, അമേരിക്കൻ ഖജനാവ് കൊള്ളയടിക്കുകയാണ് എന്ന തരത്തിലുള്ള വാക്കുകളൊക്കെ അവിടെ നിന്ന് തന്നെ വരുമ്പോൾ, രാജ്യരക്ഷാ ഉദ്യോഗസ്ഥനാണ് ഭീകരവിരുദ്ധ സേനയുടെ അധ്യക്ഷനാണ് ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തില് സ്വർണത്തിന്റെ വില, യുദ്ധം തീരും താമസിയാതെ സ്വർണത്തിന്റെ വിലയും താഴേക്ക് വരും. അതുവരെ വെയിറ്റ് ചെയ്യുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഈ യുദ്ധമൊക്കെ ഇനി എപ്പോൾ തീരാനാണ്? കാരണം നമുക്കറിയാം, നേരത്തെ ഈ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ട്രംപിൻ്റെ തീരുവ നയങ്ങളൊക്കെ ഇങ്ങനെ ഒരു അനിശ്ചിതത്വത്തിൽ തുടരുന്ന ഒരു സമയത്താണ് ഈ ഇറാൻ യുദ്ധം കൂടെ പൊട്ടിപ്പുറപ്പെടുന്നത്. ഇനിയിപ്പോൾ ഈ ലോകരാജ്യങ്ങളൊക്കെ ഇതിലൊരു സമാധാന ചർച്ചയുമായി മുന്നോട്ട് വരാത്ത ഒരു സാഹചര്യത്തിൽ എങ്ങനെയാകും ഈ യുദ്ധം താഴേക്ക് പോകുക? കാരണം ഇറാന് വിട്ടുകൊടുക്കാൻ ഒട്ടും തന്നെ തയ്യാറായിട്ടില്ല, ട്രംപും വിട്ടുകൊടുക്കുന്ന ഒരു നിലപാടുകാരനല്ല. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു യുദ്ധം അവസാനിക്കുമെന്നൊക്കെ പ്രതീക്ഷിക്കാനാകുമോ ഈ ഒരു ഘട്ടത്തിൽ? അതായത് യുദ്ധം അങ്ങനെ അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുകയില്ല. ഞാൻ പറഞ്ഞില്ലേ, അമേരിക്കയിൽ നിന്ന് തന്നെ ഈ അമേരിക്ക എന്തിന് ഈ യുദ്ധത്തിൽ ഇടപെട്ടു, ഇസ്രായേലിന് വേണ്ടിയല്ലേ എന്ന് ചോദിച്ച് അവിടെ നിന്ന് തന്നെ എതിർപ്പുകൾ ഉരുത്തിരിഞ്ഞു വരികയാണ്. അങ്ങനെ എതിർപ്പുകൾ വരുന്ന സാഹചര്യത്തില് ട്രംപിന് എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേ ട്രംപിന്റെ ആ മുഖം ഒന്ന് രക്ഷിക്കണമല്ലോ, ഒന്ന് ആർക്കും ആരുടെയും മുൻപിൽ നാണക്കേട് ഉണ്ടാകാതെ വേണമല്ലോ മുഖം ഊരി കൊണ്ടുപോകാൻ. അതിനുള്ള ശ്രമത്തിലായിരിക്കാം ഇപ്പോൾ ട്രംപ്. അതുകൊണ്ട്
എന്താ പറയാ ഡിപ്ലോമാറ്റിക് ചാനൽസിൽ ഇറാനുമായിട്ട് സംസാരിക്കാൻ പറ്റുകയാണ് എങ്കിൽ അമേരിക്കയല്ല മറ്റ് രാജ്യങ്ങൾ ചേർന്ന് UN രക്ഷാസമിതിയും ഒക്കെ ചേർന്ന് ഇറാനുമായിട്ട് സംവദിച്ച് ഒരു പരിഹാരത്തിൽ എത്തുകയാണ് എങ്കിൽ യുദ്ധം നിന്നേക്കാം. എന്ന് നിൽക്കും എന്ന് നമുക്ക് തീർത്ത് പറയാൻ വയ്യ. കാരണം ഇറാനും കലുഷിതമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ നേതാക്കന്മാരെ കൊന്നവരെ ഞങ്ങൾ വെറുതെ വിടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാൻ നിൽക്കുന്നത്. പക്ഷേ ഇറാനാണെങ്കിലും ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റില്ല. വാചക കസർത്ത് പോലെ അല്ലല്ലോ യുദ്ധം. അതുകൊണ്ട് വാചക കസർത്ത് രണ്ടു കൂട്ടരും നന്നായി നടത്തുന്നുണ്ട്. പക്ഷേ യുദ്ധം എന്ന കർമ്മം അത്ര എളുപ്പമല്ല. അതുകൊണ്ട് രണ്ടു കൂട്ടർക്കും നിർത്തിയേ പറ്റൂ. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ശരി, വളരെയധികം നന്ദി ശ്രീമതി മേരി ജോർജ് ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.